കോഴിക്കോട് ICU പീഡന കേസിൽ ഡോക്ടർ KV പ്രീതി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്ന അതിജീവിത. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഉത്തരമേഖല IGക്ക് പരാതി നൽകി. വൈദ്യപരിശോധനയിൽ മെഡിക്കൽ കോളേജിനും ഡോക്ടർ KV പ്രീതിക്കും വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. ഷിത, എന്താണ് വിശദാംശം? നിഷാദ്, കഴിഞ്ഞ ദിവസമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച അവരുടെ പോലീസ് വിങ്ങിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഈ അതിജീവിതയെ പരിശോധിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മെഡിക്കൽ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ പരിചയസമ്പന്നരായ ഡോക്ടർ വേണമെന്നിരിക്കെ ഡോക്ടർ KV പ്രീതിയാണ് അതിജീവിതയെ പരിശോധിച്ചത്. അതൊരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു വീഴ്ചയാണ് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ അതിജീവിത ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തന്റെ മൊഴി കൃത്യമായി KV പ്രീതി രേഖപ്പെടുത്തിയിട്ടില്ല, തന്നെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ലഭിക്കുകയും ചെയ്തിരുന്നത്. അതിന്റെ തുടർ നടപടിയെന്നോണമാണ് അവർ ഇപ്പോൾ ഉത്തരമേഖല IG രാജ്പാൽ മീണയെ കണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഡോക്ടർ KV പ്രീതി ഉൾപ്പെടെ ഒപ്പം തന്നെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപി, RMO, IMCH സൂപ്രണ്ട്, ഗൈനക് കച്ചോടി, നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങി ഒപ്പം തന്നെ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഫാത്തിമ ബാനു. അവർ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് അവർ ഡോക്ടർ KV പ്രീതിക്കൊപ്പം ഈ അതിജീവിതയെ പരിശോധിക്കുന്ന സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിജീവിത പറയുന്നത് അങ്ങനെ ഒരു ഡോക്ടർ തനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഈ കേസിൽ കൂട്ടുപ്രതികളാക്കണമെന്നുള്ള ഒരാവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഡോക്ടർ KV പ്രീതി ഉൾപ്പെടെയുള്ളവർ, ശശീന്ദ്രനാണ് ഈ കേസിലെ പ്രതി, ശശീന്ദ്രനാണ് ഇവരെ പീഡിപ്പിച്ച ആൾ എന്ന് പറയുന്നത് അറ്റൻഡർ. അയാൾക്കൊപ്പം തന്നെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗൂഢാലോചന നടത്തിയാണ് അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവരെ കൂട്ടുപ്രതികളാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരമേഖല IGക്ക് അവർ പരാതി നൽകിയിരിക്കുന്നത്. നിഷാദ്.